നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ 7-ലെ എക്സാമ്പിൾ 6 ആണ്. ഇപ്പോൾ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ സെക്ഷൻ ഫോർമുല നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടത്. ജസ്റ്റ് ഇക്വേഷൻ മാത്രം പറയാതെ ആ ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ആയതെന്നും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഉള്ളത് അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് 4,-3 and 8,5 in the ratio 3:1 internally. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് ഇൻ ദ റേഷ്യോ 3:1. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതാ ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഈ പോയിന്റ് ഇതിന് ഞാൻ എ എന്നും ഇതിന് ബി എന്നും പേര് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദി ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാം 4,-3 ഇത് 8,5 ആണ്. ഏത് റേഷ്യോയിലാണ്? 3:1 എന്നുള്ള റേഷ്യോയിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3:1 എന്ന് പറയുമ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് മാറി വരും പോയിന്റ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ വരച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഇവിടുത്തെ ഈ പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? XY ആയിട്ട് എടുക്കാം. ഈ കോർഡിനേറ്റിനെ XY ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചു ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് Px, y which divide the line segment joining the points A x1 y1 and B x2 y2 internally in the ratio m1 m2 are എന്താണ്? m1 x2 plus m2 x1 by m1 plus m2 and m1 y2 plus m2 y1 by m1 plus m2. ഇതാണ് സെക്ഷൻ ഫോർമുല അല്ലേ. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഇങ്ങോട്ടൊന്ന് എഴുതാം. P x, y ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ എക്സും വൈയും. അപ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ? സെക്ഷൻ ഫോർമുലയിൽ ഇക്വേഷൻ എന്തായിരുന്നു? m1 x2 പ്ലസ് m2 x1 ബൈ m1 പ്ലസ് m2. അടുത്തത് എന്താണ്? m1 y2 പ്ലസ് m2 y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇങ്ങനെ ഈ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ കോർഡിനേറ്റിലെ എക്സ് എന്ന് പറയുന്നതാണ് ഇത്. ഇതെന്താണ്? ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സിനെയാണ്. ഇതെന്താണ്? വൈ ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇത് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? വൈ കോർഡിനേറ്റ് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ലെറ്റ്, അപ്പോൾ നിങ്ങളിവിടെ ഫസ്റ്റ് പോയിന്റ് എഴുതണം. ലെറ്റ് പി എക്സ്, വൈ ബി ദ റിക്വയർഡ് പോയിന്റ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ്. യൂസിങ് സെക്ഷൻ ഫോർമുല, ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ എഴുതിക്കോണേ, യൂസിങ് സെക്ഷൻ ഫോർമുല എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിലേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, m1 m2 എന്താണ്? റേഷ്യോസ് ആണ്. 3 ഈസ് m1 and 1 ഈസ് m2. പിന്നെന്താണ്? x2 x1 ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ 4നെ നമുക്ക് x1 എന്ന് എടുക്കാം. ഇത് y1, ഇത് x2, ഇത് y2. ഇനി നിങ്ങൾ ഇതെന്താണെന്ന് തെറ്റിപ്പോകാതെ നോക്കി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? m1 x2 ആണ്. m1 എന്താണ്? 3 ഇൻറ്റു x2 എന്താണ്? 8 പ്ലസ്, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് പേപ്പറിൻ്റെ സൈഡിലോട്ട് എഴുതി വെക്കുക കേട്ടോ. x1 ഈസ് ഈക്വൽ ടു 4, x2 ഈസ് ഈക്വൽ ടു 8.
y1 ഈസ് ഈക്വൽ ടു -3, y2 ഈസ് ഈക്വൽ ടു 5. ഇങ്ങനെ എഴുതി വെച്ചിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. m1 ഈസ് ഈക്വൽ ടു 3, m2 ഈസ് ഈക്വൽ ടു 1. പക്ഷേ എഴുതുമ്പോൾ തെറ്റാതെ കോർഡിനേറ്റ്സ് എഴുതുക കേട്ടോ. അടുത്തത് m2 ഈസ് 1. x1 എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ദാറ്റ് ഈസ് 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 8 3s are 24 പ്ലസ് 4 ബൈ 4 is equal to 28 by 4 is equal to 7. അപ്പോൾ x നമുക്ക് 7 എന്ന് കിട്ടി. ഇനി y is equal to, y എന്താണ്? ഈ രണ്ടാമത്തെ ആണ് y എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ y is equal to എന്താ? m1 y2. അപ്പോൾ 3 into 5 plus m2 y1 1 into -3 by 3 plus 1 is equal to 15 minus 3 by 3 is equal to 12 by 3 is equal to എന്ത് വരും? 15 minus 3 by 4 ആണ്. 3 by 4 is equal to 3 എന്ന് കിട്ടി. Therefore എന്താണ്? 7,3 is the required point. റിക്വയർഡ് പോയിൻറ്റ് 7,3 ആണ് നമ്മുടെ റിക്വയർഡ് പോയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. ഇവിടെ നമുക്ക് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, റേഷ്യോ തന്നിട്ടുണ്ട്. അതിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് P(x, y). അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 6 കഴിഞ്ഞു. ഇനി അടുത്ത എക്സാമ്പിളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.